കേരളത്തിലെ സർവീസുകളിൽ EV വണ്ടികളിൽ ഏറ്റവും മോശം ടാറ്റ എന്ന് പറയുന്നത്. 1376 ഇത്രയും മൈലേജിൽ ഒരു വണ്ടി വേറെ ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങൾ പഞ്ചിനെ ടാറ്റയെ വെറുതെ പ്രൊമോട്ട് ചെയ്യാണോ? എനിക്കതിന് യാതൊരു ആവശ്യമില്ല. കാരണം എൻ്റെ അടുത്ത് ടാറ്റയുണ്ട്, ഇന്നോവ ഉണ്ട്, വാഗണാർ ഉണ്ട്. പല നെഗറ്റീവ് വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾ പഞ്ച് EV എടുക്കാതിരിക്കണ്ട. AC ഇല്ലാതെ ഈ വണ്ടി പോകുന്നെങ്കിൽ 450 കിട്ടിയിരിക്കും. AC ഇട്ടിട്ടാണെങ്കിൽ 400 കിട്ടിയിരിക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു അപ്രതീക്ഷിത യാത്രയുടെ വീഡിയോ ആണ്. ഇന്ന് മകള് തിരുപ്പൂർക്ക് അവളെ കോളേജിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് നോക്കുമ്പോൾ അവൾക്ക് കൺഫേം ആയില്ല. എന്നാ പിന്നെ കയ്യിൽ EV വണ്ടി ഉള്ളതല്ലേ, എടുത്തു പോകാന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലെ 3 മണിക്ക് അനുണ്ട്, DT ഉണ്ട്. DT ഉള്ള ഉറക്കത്തിലാണ്. അപ്പൊ അങ്ങനെ 3 മണിക്ക് അത് പുറപ്പെട്ടു. 7:30 മണിക്ക് ഞങ്ങൾക്ക് തിരുപ്പൂര് കോളേജിലൊക്കെ എത്തണം. അതിന് വേണ്ടി പുറപ്പെട്ടാണ്. ഒരു EV വണ്ടിയുടെ ഏറ്റവും വലിയ സുഖം എന്ന് വെച്ചാല് ലോങ് യാത്ര, ഇപ്പൊ ട്രെയിൻ ടിക്കറ്റോ ബസ് ടിക്കറ്റോ ഒക്കെ പ്രയാസമായി കഴിഞ്ഞാല് ചെലവില്ലാതെ, ചെലവ് ചുരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റിന്റെ ചെലവ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണ് ഈ അപ്രതീക്ഷിതമായ യാത്ര ഉണ്ടായത്. ഏകദേശം 6 മണി ആയപ്പോഴേക്ക് ഞങ്ങള് കോയമ്പത്തൂരെ കഴിഞ്ഞ് 44 കിലോമീറ്ററിന് ബാക്കിയുള്ളത്. 175 കിലോമീറ്റർ ആണ് വീട്ടിൽ നിന്ന് തിരുപ്പൂർ മെഡിക്കൽ കോളേജിലേക്ക് ഉള്ളത്. 100% ചാർജ് ഇട്ട് പോകുന്നതാണ്. തിരിച്ചവിടെ എത്താൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നത് 350 കിലോമീറ്ററും ഓടുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നല്ല സുന്ദരമായ യാത്രയിലാണ്. ഇനി ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ നിർത്തണം, അതിന്റെ സമയം കൂടെ കാണേണ്ടതുണ്ട്. അപ്പൊ ഏവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം. പതിവ് വ്യത്യസ്തമായിട്ട് ഇന്ന് 100% കാണിക്കുന്ന റേഞ്ച് 345ആണ്. സാധാരണ 397 കാണിക്കാറുണ്ട്, ഇന്ന് 345ആണ്. എന്താ കാരണം മനസ്സിലായിട്ടില്ല, അറിയുന്നവരും പറയാം. കാണിച്ച് കുറവായിരുന്നെങ്കിലും അത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട്. കാരണം 10% ഓടിയത് നല്ല റോഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം റേഞ്ച് 39.2 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. ഇപ്പോൾ 20% കഴിഞ്ഞ് ഏകദേശം ഓടിയത് 77.4 20% ഓടിയത്. ഇനി 293 ആണ് ബാക്കിയുള്ള റേഞ്ച്. ഞങ്ങളുടെ യാത്ര വിഷു പുലർച്ചെ ആയതുകൊണ്ട് നല്ല കാഴ്ചയാണ് റോഡിലൊക്കെ കാണുന്നത്. പാലക്കാട് ഭാഗത്ത് തമിഴ്നാട് റോഡ് മുഴുവൻ, കോയമ്പത്തൂർ റോഡ് ഫുള്ള് നല്ല മനോഹരമായ കാഴ്ചകളാണ്. വിഷു ആഘോഷത്തിൻ്റെ പടക്കം പൊട്ടലുകളാണ് കാണുന്നത്. കഞ്ചിക്കോട് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഒരു ചെറിയ ചായ കുടിക്കാൻ, കാരണം പുലർച്ചല്ലേ, അപ്പോൾ ഉറക്കിൻ്റെ ഒരു ക്ഷീണമൊക്കെ വരാതിരിക്കാൻ വേണ്ടി നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അത് വലിയൊരു കട. അവിടെ കടികളൊന്നുമില്ല, കാര്യമായിട്ട് സ്നാക്സ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളൂ. എങ്കിലും ഡോണറ്റും അതുപോലെ ചെറിയ കേക്കുകളൊക്കെ ആയിട്ട് ഞങ്ങളൊരു ചായ കുടിയിലാണ്. എപ്പോൾ വണ്ടി കയറുമ്പോഴേ മക്കളിടുന്ന പാട്ട് അല്ലെങ്കിൽ ഫ്രഞ്ച്, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ കൊറിയ ഒക്കെയാണ്. അവർക്ക് മലയാളമൊന്നും വേണ്ട, തമിഴ് വേണ്ട, അത്ര താല്പര്യമില്ലായിരുന്നു. നിങ്ങളുടെ അവസ്ഥ എന്തിനാണ് കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പോഴത്തെ പുതിയ തലമുറ എല്ലാവരും ഈ ടൈപ്പിലാണോ എന്ന് നിങ്ങളുടെ അനുഭവം വെച്ചത് കമൻറ്റ് ചെയ്യും. എന്തായാലും എൻ്റെത് കറക്റ്റാണ്, ഇത്തരം പാട്ട് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ചാർജ് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം പാലക്കാട് എത്തിയപ്പോൾ നമുക്ക് 20% ചാർജാണ് കഴിഞ്ഞത്. ഒരു 80 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്നാൽ 4 വെച്ചിട്ട് നമുക്ക് കിലോമീറ്റർ ഒരു മിതമായ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് പാലക്കാട് നിന്നിട്ട് കോയമ്പത്തൂർ റോഡ് നമ്മൾ NH പോകുന്ന സമയത്ത് ആ ഒരു 4% കിട്ടുന്നില്ല, അതൊരു 3.5 ചുരുങ്ങുകയാണ്. അപ്പോൾ സത്യത്തിൽ NH നല്ല നിരന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ച് ഓടിച്ചാൽ നമുക്കൊരു 3.5 റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. പെർസെൻറ്റേജിന് 10% 30 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം NH കയറുമ്പോൾ കാണുന്നുണ്ട്. ഇനി ഏകദേശം അറിയാം, നമുക്ക് തിരുപ്പൂരെത്തുമ്പോൾ അറിയാം എത്ര ശതമാനമാണ് കിട്ടുന്നത്, നമുക്ക് ഏകദേശം അറിയാൻ കഴിയും. നമ്മളിപ്പോൾ 40% റേഞ്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓടിയത് 143 കിലോമീറ്റർ ആണ്. ഇനി ബാക്കിയുള്ള 222 പാലക്കാട് നിന്ന് കോയമ്പത്തൂരുള്ള റോഡ് ഒരല്പം കയറ്റുണ്ടോ സംശയമുണ്ട്. കാരണം വെച്ചാൽ റേഞ്ച് കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ അറിയാം ആ മാറ്റം ഉണ്ടോ, തിരിച്ചു പോകുമ്പോൾ അറിയാം. നേരം 7:15 കോളേജിൻ്റെ അവിടെ എത്തി. വഴിയൊരു ചായ മാത്രം കുടിച്ച് ഞങ്ങൾ
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ അടുത്ത് തന്നെ, കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ശരണഭവനുണ്ട്. എന്നിട്ട് ഞങ്ങൾ കോളേജിൽ കയറുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾ ശരണഭവൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ കോളേജിൽ കയറുക. അതിന് മുന്നോട്ടാക്കിയിട്ട് നേരെ തിരിച്ച്. അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിച്ച് നേരെ മെഡിക്കൽ കോളേജിൽ കയറുകയാണ്. അപ്പോൾ നമ്മൾ തിരുപ്പൂർ മെഡിക്കൽ കോളേജിൽ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ നമുക്ക് ഓടാനുള്ള ദൂരം എന്ന് പറയുന്നത് 175 നാട്ടിലേക്ക് ഓടാനുള്ളത്. നമ്മൾ റേഞ്ച് കാണിക്കുന്നത് 205. പിന്നെ ഈ 205 റേഞ്ചോടെ നമ്മൾ നാട്ടിലേക്ക് എത്തണം. ഇപ്പോൾ നമ്മൾ ഓടിയത് 180. 180 കിലോമീറ്റർ ഓടി. ഇനി എത്ര കിലോമീറ്റർ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നല്ല റോഡാണ്, വന്ന് അതേപോലെ തിരിച്ചു പോവാണ്. അപ്പോൾ അതുകൊണ്ട് റേഞ്ച് മാക്സിമം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നോക്കാം. നമ്മളേ അനു, നമ്മുടെ നാട്ടിലെ ബസ്സിന്റെ കളർ എന്താ? ഒന്നെങ്കിൽ നീല, വെള്ള. പക്ഷെ തമിഴ്നാട്ടിലെ ബസ്സുകളുടെ കളറൊക്കെ സൂപ്പർ ഹീറോസ് ഉള്ള ബസ്സുകളാണ് അല്ലേ? നമ്മൾ ഏകദേശം ഒരു 152 കിലോമീറ്റർ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു ടാറ്റയുടെ ഒരു EV പവർ സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ചാർജിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. 60% കഴിഞ്ഞ് ഇനി 40% ബാക്കിയുള്ളത്. നമ്മൾ ഓടിയ ദൂരം എന്ന് പറയുന്നത് 226. ഇപ്പൊ ഇനി കോയമ്പത്തൂര് എല്ലാറ്റിന്റെ ഹൈവേമ കയറി. ഇനി ഇവിടെ നിന്നാണ് കുറച്ച് മൈലേജ്. ഇങ്ങോട്ട് വരുമ്പോൾ ഷോർട്ട് കണ്ടത് ഇവിടെ നിന്നാണ്, ഈ റോട്ടിൽ നിന്നാണ്. അത് നോക്കാം, തിരിച്ചു പോകുമ്പോൾ നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. എന്തായാലും നാട്ടിലേക്ക് എത്താൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മള് ഇനി 40% നമുക്ക് ബാക്കിയുണ്ട്. ഓടാനുള്ളത് 128 കിലോമീറ്റർ ആണ് വീട്ടിലുള്ളത്. അപ്പൊ അത് കിട്ടുമെന്ന് ശ്രമിക്കുകയാണ്. പിന്നെ ഇഷ്ടംപോലെ ചാർജ് സ്റ്റേഷൻ പോണ വഴിയിലുണ്ട്. ഇപ്പൊ 2 കണ്ടു, ഇനി വരുന്നുണ്ട്. അപ്പൊ ഈ റൂട്ടിൽ വരുമ്പോൾ ചാർജ് ചെയ്യാൻ യാതൊരു വിഷയമല്ല. എപ്പോഴും നമുക്ക് ചാർജ് സ്റ്റേഷൻ ഇഷ്ടംപോലെ അവിടെ അവൈലബിൾ ആണ്. ഇനി അടുത്ത് കോയമ്പത്തൂര് വാളയാർ ഭാഗത്ത് നല്ല വലിയൊരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അതിന് വീഡിയോ കാണിക്കാം. ഓക്കെ, വാളയാർ ടോൾ ബൂത്ത് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റിന് മുന്നായിട്ടതാ നല്ല അടിപൊളി ഗോയിസിയുടെ ചാർജർ ഉണ്ട്. 4 പോയിന്റ് മൊത്തം. അപ്പൊ അതുകൊണ്ട് വാളയാർ പോകുന്നതാണെങ്കിൽ ഒന്ന് ഇവിടെ നല്ല മിൽമയുടെ ഒരു ഷോപ്പും ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ അവിടുന്ന് ചായ കുടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചാർജ് ചെയ്ത് പോവാം. 280 കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മൾ ഓടിയത്. അത് 70% കൊണ്ടാണ്. എന്ന് പറയുമ്പോൾ പേഴ്സന്റിന് 4 കിലോമീറ്റർ വെച്ചിട്ട് അപ്പൊ എന്തായി 280, 428, 280. ഈ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 400 അടുത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് റേഞ്ച് എത്തിയിട്ടുള്ളത്. കൃത്യമായി ആ ആവറേജ് എനർജി കൺസപ്ഷൻ കൃത്യമായി കീപ്പ് ചെയ്ത്, എന്നാൽ സ്പീഡൊന്നും കുറയാതെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വളരെ കൃത്യമായ സമയം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോണത്. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ഒരു അല്പം ശ്രദ്ധ, ആക്സിഡന്റ് കൊടുക്കുമ്പോൾ ഒരു അല്പം ശ്രദ്ധ കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ഈ പുതിയ 5 EVക്ക് നമുക്ക് ഏകദേശം ഓരോ പേഴ്സന്റിന് 4 കിലോമീറ്റർ വെച്ച് നമുക്ക് ഓടാൻ കിട്ടും. മാത്രമല്ല കോയമ്പത്തൂർ പോയപ്പോൾ ഉള്ള ഒരു കുറവ് തിരിച്ചു വരുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര കിലോമീറ്റർ ഓടുന്നു നോക്കാം. കോൺ ഐസ്ക്രീം മാത്രം കഴിച്ചിരുന്ന ആളാണ്. ഒരൊറ്റ ക്ലിപ്പ് ഇട്ടപ്പോഴേക്ക് അതെന്താ കോൺ കഴിക്കാൻ പറ്റില്ല? കാരണം അതെന്താ കോണിൻ്റെ അത് പൊട്ടിച്ചിട്ടാ? ഓ, അതുകൊണ്ടാ? ആ, അപ്പോൾ കഴിക്കാൻ പാടില്ല. വേറെന്താ കഴിക്കാൻ പാടില്ലാത്തത്? ഒന്നും കഴിക്കാൻ പാടില്ല? ചിപ്സ് കഴിക്കാൻ പാടില്ല? അയ്യോ, ക്ഷീണായല്ലോ. അപ്പം ഞാൻ ഐസ്ക്രീം ഇപ്പം ഏതാ കഴിക്കുന്നീ? ഓ, അപ്പം അതാകുമ്പോൾ പ്രശ്നമില്ല അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടർ കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ് കേക്ക് സ്ലൈസ്. കമ്പ്യൂട്ടറുകളാണ് കേക്ക് സ്ലൈസ് അല്ലേ? ടി എനിക്ക് പ്രശ്നമില്ലല്ലോ. എവിടെ? അതിൻ്റെ ഉള്ളിലാ?
അതിൽ ഫ്രിഡ്ജ് ഉണ്ടോ? അത് ശരി. അല്ല അപ്പൊ അതൊരു ഫ്രിഡ്ജ് തന്നെയാണോ? അല്ല, സത്യത്തിലേ ഇത് ഫ്രിഡ്ജാണ്. നമുക്ക് അറിയില്ല, അങ്ങനെ പറയുന്നുണ്ട്, കമ്പനി പറയുന്നുണ്ട് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. ഉപയോഗിച്ചവര് പറയാം. അത് അലിഞ്ഞ് ഇല്ലാതാവോന്ന് പറയാൻ വയ്യ. എന്തായാലും ഇതിനുള്ളിൽ വെക്കുന്നുണ്ട്. ഞങ്ങളവിടുന്ന് മുന്നിനൊക്കെ ആക്കി തിരിച്ചു പോന്നു. പാലക്കാട് എത്തി. ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി. ഒരാൾക്ക് പിന്നെ കോൺ ഐസ്ക്രീം വാങ്ങാൻ പറ്റിയില്ല. കാരണം എന്താ, ക്ലിപ്പിടാണ്. ഇവക്ക് ക്ലിപ്പിട് തീരെ ഇഷ്ടമല്ല. കാരണം അവൾ പറയുന്നത് പിന്നെ അവൾക്ക് ക്ലിപ്പിട്ട് പല്ല് ലെവൽ ചെയ്യണ്ട എന്ന് തീർത്ത് പറഞ്ഞ് 13-ാം വയസ്സിൽ കാണിച്ച് അവള് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഇപ്പൊ ഈ 16-ാം വയസ്സായപ്പോഴാണ് രണ്ടാമത് ക്ലിപ്പിടുന്ന അവസ്ഥയ്ക്ക് എത്തിയത്. അതിന്റെ കാരണം എന്താണ്, അവളുടെ പല്ല് ശരിക്ക് നിര തെറ്റി നിൽക്കുന്നതാണ്. പക്ഷെ അവൾക്കത് കുഴപ്പമില്ലാതെ മതി, ആ അവസ്ഥ മതി എന്നുള്ളതൊക്കെയായിരുന്നു. ഇപ്പൊ അവളുടെ പല്ലിന്റെ അടിയിൽ എത്ര വൃത്തിയാക്കിയിട്ടും ക്ലീൻ ആവാതെ വേസ്റ്റ് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ മോണയിലൊക്കെ ഒരു ചുവപ്പ് നിറം വരികയാണ്. അപ്പൊ ഞങ്ങള് ഉമ്മ ഡോക്ടറെ അവിടെ കോട്ടക്കൽ ഷിഫയിൽ കാണിച്ചു. ഉമ്മ ഡോക്ടറാണ് അവിടെ ഉള്ളത്. മൂപ്പരാണ് ഇവിടുത്തെ സീനിയർ ഡോക്ടറാണ്. മൂപ്പരെ കാണിച്ചു. മൂപ്പര് പറഞ്ഞു ക്ലിപ്പിടില്ല, നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഇനി വേണമെങ്കിൽ മോണക്ക് ഒരു ചികിത്സ ഉണ്ട്, ലേസർ ചികിത്സ നടത്താം ആ പ്രശ്നം തീർക്കാൻ. പക്ഷേ അതിൽ അവർക്ക് തീരെ താല്പര്യമില്ല. അപ്പൊ അങ്ങനെ അവസാനം എന്ത് ചെയ്തു, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് ജെല്ലൊക്കെ തേച്ച് മൗത്ത് വാഷൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോയി. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആ കളറ് കൃത്യമായി പറ്റ പോകുന്നില്ല. അങ്ങനെ അവസാനം മനല്ല മനസ്സോടെ ഓള് ക്ലിപ്പിടാൻ സമ്മതിച്ചു. അപ്പൊ ക്ലിപ്പിടാൻ നോക്കിയപ്പോ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് അലൈനറും ഉണ്ടായിരുന്നു, സാധാ മുത്ത്, പഴയ സിസ്റ്റം മുത്തുകള്. അപ്പൊ അങ്ങനെ പലതും ചോദിച്ച് അന്വേഷിച്ചപ്പോ, പലതും പിന്നെ പല ഡോക്ടേഴ്സിന് സംസാരിച്ചപ്പോ, സുഹൃത്തുക്കളുണ്ട് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോ, പിന്നെ അലൈനറാണ് കാണാൻ നല്ലതും സൗകര്യവും അതാണ്. പക്ഷെ കൃത്യമായിട്ട് പല്ലുകൾ ആ നിര കൃത്യമായി വരണമെങ്കിൽ പഴയ ഓപ്ഷൻ ആ മുത്ത് തന്നെയാണ് നല്ലത്. പക്ഷെ മുത്തിട്ടപ്പോഴുള്ള പ്രശ്നം എന്ന് ചോദിച്ചാല് കോംപ്രമൈസ് ആണ്, ഭയങ്കര കോംപ്രമൈസ് ആണ്. ഫുഡ് കാര്യത്തിലുള്ള ഏറ്റവും പ്രശ്നം. ഇപ്പൊ ഐസ്ക്രീം വാങ്ങാൻ കയറിയപ്പോ എന്തേ പറ്റുള്ളൂ, സോഫ്റ്റ് ആയുള്ളതേ പറ്റുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ പ്രശ്നമാണ്, ഭക്ഷണം വാങ്ങുമ്പോൾ പ്രശ്നമാണ്, മിഠായികൾ വാങ്ങുമ്പോൾ പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞാൽ മുത്തിട്ട കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരാണ്, കമ്പിട്ടാൽ പരിതാപകരാണ്. പക്ഷെ ഒരു വർഷം കൂടെ അത് പരിഹരിക്കപ്പെടാം. പിന്നെ മാത്രമല്ല, ഒരു ക്രീം ഉണ്ടല്ലോ മുറിയാവുന്ന തേക്കാം, അത് ഇടയ്ക്കിടയ്ക്ക് തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം, പുതിയ ഇന്നലെ ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ ചെയ്തത് മലപ്പുറത്ത് ഷിഫ ഡെന്റൽ കെയറിന്ന് ഷബീർ ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പര് നേരത്തെ പിന്നെ പരിചയ ഡോക്ടറാണ്. അപ്പോൾ ഷബീർ ഡോക്ടർ അപ്പോൾ ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ പല്ല് പറിക്കാനുണ്ട്. എന്തായാലും ക്ലിപ്പിന്റെ ഒരു യുഗത്തിലേക്ക്, അല്ലെങ്കിൽ ക്ലിപ്പിട്ടൊരു അവസ്ഥയിലേക്ക് 1.5 വർഷം ഇനി അനുവിന്റെ അവസ്ഥ 2 വർഷം വേണ്ടി. ഇപ്പൊ 1.5 വർഷം 2 വർഷം 2 വർഷം കൊണ്ട് ആ പല്ലൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ പ്രശ്നം ഞങ്ങൾക്ക് എന്തല്ല, പല്ലിന്റെ ഭംഗിയോ അല്ല. ഞങ്ങളുടെ വിഷയം എന്താണ്, നിര ശരിയാവാത്തതുകൊണ്ട് അതിൽ വേസ്റ്റ് നിൽക്കുന്നതാണ്. അപ്പൊ അതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിരിക്കുമ്പോൾ തന്നെ വേറെ അറിയുന്നുണ്ട്, ചുണ്ടങ്ങനെ തട്ടാത്തൊരു ചിരിയാണ് ചിരിക്കുന്നത്. 80% ചാർജ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓടിയത് 312 കിലോമീറ്റർ ആണ്. ഇനി 20% ബാക്കിയുള്ളത്. നമ്മുടെ റേഞ്ച് ടെസ്റ്റിന്റെ അവസാന ഘട്ടത്തിലാണ്. 89% ഓടിയപ്പോൾ നമ്മൾ അത് 350 കിലോമീറ്ററാണ് ഓടിയത്. അപ്പോൾ നമ്മൾ പറയുന്നത് വളരെ കൃത്യമാണ്. പുതിയ ടാറ്റ പഞ്ച് EV ഫേസ് ലിഫ്റ്റ് മോഡല്, ഒരു സംശയവും വേണ്ട, നമുക്ക് 400 കിലോമീറ്റർ AC ഇല്ലാതെ 450 കിലോമീറ്റർ കിട്ടുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇത് പറയുമ്പോൾ പലരും കമൻറ്റ് ചോദിച്ചിരുന്നു, നിങ്ങൾ ടാറ്റയെ വെറുതെ പ്രൊമോട്ട് ചെയ്യുകയാണോ? എനിക്കതിന് യാതൊരു ആവശ്യമില്ല. കാരണം എൻ്റെ അടുത്ത് ടാറ്റയുണ്ട്, ഇന്നോവ ഉണ്ട്, വാഗണാറുണ്ട്. അപ്പോൾ എനിക്ക് ടാറ്റയെ പ്രത്യേകിച്ച് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ പലരും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞുകൊണ്ട്, നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ ടാറ്റ എടുക്കാൻ പിന്നെ ഇത് മനസ്സ് കാണിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അത് പ്രത്യേകം പറയേണ്ടതാണ്. എൻ്റെ കമൻസിൽ വായിച്ചാൽ എനിക്ക് മെസ്സേജ് വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ടെസ്റ്റ് ഇതിൽ യാതൊരു മായവും കാണിച്ചിട്ടില്ല. ഞാൻ രാവിലെ 3 മണിക്ക് ഇറങ്ങി തിരിച്ചതാ എൻ്റെ വീട്ടിലെത്താൻ 6 കിലോമീറ്ററോളം 12 മണി തിരിച്ചെത്തി. അതിൽ കൃത്യമായിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചു, ചായ കുടിച്ചു, വരുമ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു. ഈ സമയമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്പിൽ പറയുന്ന സമയം കറക്റ്റായിട്ടാണ് പോയിട്ടുള്ളത്. അത് മാത്രമല്ല, ഞാൻ ഓടിയിട്ടുള്ളത് 50-ന്റെയും 70-ന്റെയും ഇടയിലാണ്. പക്ഷേ കൃത്യമായിട്ട് ആ എനർജി കൺസംഷൻ, ആവറേജ് എനർജി കൺസംഷൻ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അതിന് വേഗത ഓർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആക്സിഡന്റ് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അമിതമായി ആക്സിഡന്റ് കൊടുക്കാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം അതുകൊണ്ട് എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ഞാനിപ്പോൾ ഓടിച്ചത് 350 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞു.
89% 350 ഓടിച്ചു കഴിഞ്ഞു. ബാക്കി വണ്ടിയിൽ ഓടാൻ കാണിക്കുന്നത് എത്രയാണ്? 49 ആണ്. എന്ന് പറഞ്ഞാൽ 400. കൃത്യമായിട്ട് ആ 10% വണ്ടി ഓടുകയാണെങ്കിൽ 400 കിലോമീറ്റർ ഈ 5 EV സുഖസുന്ദരമായിട്ട് നമുക്ക് ഓടാം. അതിന് നല്ല റോഡ് എന്നില്ല, അതിന് ട്രാഫിക് ബ്ലോക്ക് പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് MG അല്ലെങ്കിൽ മറ്റു വണ്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ റേറ്റാണ്. 13,76,000 രൂപയ്ക്ക് ഇത്രയും ഓപ്ഷനോട് കൂടിയ ഇത്രയും കിലോമീറ്റർ ഉള്ള ഒരു വണ്ടി വേറെ കിട്ടുന്നില്ല. നെഗറ്റീവ് ഉണ്ടാവാം, എനിക്ക് നേരെ തോന്നിയിട്ടില്ല. എന്താ കാരണം? ഞാൻ ഒരു സർവീസാണ് പോയിട്ടുള്ളത്, ആ സർവീസിന് എനിക്ക് യാതൊരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല. പിന്നെ ഭാവിയിൽ സർവീസിന് പോകുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് എന്തിനും പഞ്ചത് മാറി നിൽക്കണം? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ടെടുത്തോളം അറിഞ്ഞിടത്തോളം സർവീസിൽ ഇന്ന് കേരളത്തിലെ സർവീസുകളിൽ EV വണ്ടികളിൽ ഏറ്റവും മോശം ടാറ്റ എന്നാണ് പറയുന്നത്. ശരി, ആ ഒരു പ്രശ്നം കൊണ്ട് ഈ നല്ലൊരു വണ്ടി, ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇത്രയും നല്ല മൈലേജ് ഉള്ള, ഇത്രയും നമുക്ക് പിന്നെ പൈസ മൂല്യമുള്ള, അവിടെ ഏറ്റവും പ്രധാനം ആ പ്രൈസ് വാല്യൂ ആണ് ഏറ്റവും പ്രധാനം. 13,76 ഇത്രയും മൈലേജുള്ള ഒരു വണ്ടി വേറെ ഒരു ഓപ്ഷനും ഇല്ല. MGക്ക് ഇത്ര കിട്ടുന്നില്ല, റേറ്റ് ഇതിന് മേലെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എന്തിനാ പിന്നെ ഈ 5 EV മാറ്റി വെക്കണം? ഇനി മറ്റൊരു കാര്യം, ഇതുവരെ ഉണ്ടായിരുന്ന ടാറ്റയുടെ വണ്ടി പോലെയല്ല ഈ 5 EV ഇറങ്ങിയിട്ടുള്ളത്. അവരെന്നെ പറയുന്നുണ്ട് ഇത് ഫേസ് ലിഫ്റ്റ് അതേപോലെ ബാറ്ററിയിൽ അവർ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്, പിന്നെ അതിന്റെ മോട്ടറിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത്രയും മാറ്റം വരുത്തി റേഞ്ച് കൂട്ടി ഇറക്കി എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വാസമായില്ല. അപ്പൊ ഞാൻ ഓടിച്ച് പിന്നെ വിശ്വാസമായിരിക്കും. ഞാൻ ഇന്ന് എന്റെ വണ്ടി ഓടിച്ച് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. എന്താണ്? ഞാൻ ഇന്ന് 90%, 89% കൊണ്ട് ഞാൻ 350 കിലോമീറ്റർ ഓടി വിത്ത് AC-യിൽ. 25-ൽ 25-ൽ ഓട്ടോമാറ്റിക് ഓട്ടോയിലിട്ടാണ് AC ഓടിയിട്ടുള്ളത്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പിന്നെ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 450 ഒറ്റയടിക്ക് 400 ആവുന്നു, 397 ആവുന്നു. അതിന്റെ കാരണം എന്താ? ഒരാൾ എനിക്ക് കമന്റ് ഇട്ടുന്നു, കൃത്യമാണ്, ഞാൻ പരിശോധിച്ചു. നമ്മൾ AC ഇട്ട് വണ്ടിയുടെ ആവുമ്പോഴാണ്, AC ഇടുമ്പോഴാണ് 50 കിലോമീറ്റർ 100% 50 കിലോമീറ്റർ റേഞ്ച് കുറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? AC ഇല്ലാതെ വണ്ടി പോകുന്നതെങ്കിൽ 450 കിട്ടിയിരിക്കും. AC ഇട്ടിട്ടാണെങ്കിൽ 400 കിട്ടിയിരിക്കും. അതിൽ 10% നമ്മൾ പെൻഡിങ് വെക്കണം. 40 കിലോമീറ്റർ റേഞ്ച് നമുക്ക് എപ്പോഴും ശ്രദ്ധയോടെ ഓടിക്കണം. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു 350-360 കിലോമീറ്റർ സുന്ദരമായിട്ട് നമുക്ക് 90% കിട്ടിയിരിക്കും. യാതൊരു സംശയമില്ല. ഞാൻ ഓടിച്ച് കാണിച്ചതാണ്. ഞാനിത് കൃത്യമായിട്ട് സമയം വരെ നോക്കിയിട്ടാണ് പോയിട്ടുള്ളത്. എവിടെ ഒരു ലാഗ് വരുത്തിയിട്ടില്ല, ഡ്രൈവിങ്ങിൽ ലാഗ് വരുത്തിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി 50-70 അടിയിൽ ഓടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വിഷയം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി EV എടുക്കാൻ പോകുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, പലരുടെയും പല അഭിപ്രായങ്ങളും പല പ്രൊമോഷൻ വീഡിയോസും പല നെഗറ്റീവ് വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾ 5 EV എടുക്കാതിരിക്കണ്ട. എല്ലാ വണ്ടി ഒരുപോലെ ആയിക്കോളുന്നില്ല. എൻ്റെ വണ്ടിക്ക് എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഈ വണ്ടിക്ക് ഈ 2630 കിലോമീറ്റർ ഓടി 23 ദിവസം കൊണ്ട് 2630 ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല, ഒരു സൗണ്ട് പോലും പ്രശ്നം വന്നിട്ടില്ല, ഒരു ലൈറ്റ് എക്സ്ട്രാ കത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഒരു സർവീസ് കഴിഞ്ഞു, എനിക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ വണ്ടി സർവീസ് ചെയ്ത് കിട്ടി. റേഞ്ച് എനിക്ക് ചുരമിറങ്ങിയ റേഞ്ച് കണ്ടിട്ടുണ്ടാവും. ഇത് നല്ല പിന്നെ ഹൈവേയിലൂടെ ഒക്കെ പോയിട്ട് തിരുപ്പൂർ വട്ടപ്പറമ്പിൽ നിന്ന് തിരുപ്പൂർ പോയി തിരിച്ച് വട്ടപ്പറമ്പിൽ എത്തുമ്പോഴുള്ള കിലോമീറ്ററാണ് പറയുന്നത്. ഈ 350 കിലോമീറ്റർ എന്ന് പറയുന്നത് എനിക്ക് 89% കൊണ്ട് മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഇനി 10% ബാക്കിയാണ്. അപ്പോൾ ഈ കിലോമീറ്റർ ടെസ്റ്റിനെ സംശയിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനഹിതം പോലെ ചെയ്യാം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നെഗറ്റീവ് കമൻറ്റുകളും നെഗറ്റീവ് ട്രോളുകളും നെഗറ്റീവ് വീഡിയോസും കണ്ടിട്ട് 5-ൽ നിന്ന്, ടാറ്റ പറയുന്നില്ല, ടാറ്റ ഞാൻ പറയില്ല, 5 EVയിൽ നിന്ന്, ന്യൂ ഫേസ് ലിഫ്റ്റായ 5 EVയിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഷെയർ ചെയ്ത ശേഷം എൻ്റെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നു, ഒന്നും പറയാൻ പറ്റില്ല. ഇലക്ട്രിക് ഉപകരണങ്ങളാണ്, വണ്ടിയാണ്, ഇലക്ട്രോണിക്സ് ആണ്, കംപ്ലൈൻറ്റ് വരാം. ഇതുവരെ എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, മൈലേജ് ഷോട്ട് ഇല്ല, യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി 10% ബാക്കിയുണ്ട്. അപ്പം ഉണ്ടാവുന്നൊരു മാറ്റാണിത്. പക്ഷെ ഇതിൽ ഒരിക്കലും നമ്മൾ റേഞ്ച് കാണിക്കുന്നില്ല. ചാർജ് ചെയ്യാൻ പറയണം, റീചാർജ് ചെയ്യാൻ പറയണം. ഇത് വന്നത് ഏകദേശം 48 കിലോമീറ്റർ ബാക്കിയുള്ള സമയത്താണ്. അപ്പം അതുണ്ട്, പക്ഷെ കാണിക്കുന്നില്ല. ചാർജ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇത്രയും ലൈറ്റുകളാണ് 10% കഴിഞ്ഞാൽ കത്തുന്നത്. 2 ലൈറ്റുകളാണ് താഴെ വരുന്നത്. ഒന്ന് ചാർജ് ചെയ്യാനുള്ളതും ഒന്ന് വേറൊരു ചിഹ്നം, എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ കളർ ചോപ്പായി. അതുപോലെ റേഞ്ച് കാണിക്കുന്ന സ്ഥലത്ത് റീചാർജ് മാത്രം കാണിക്കുകയാണ്. പക്ഷെ ഇനിയും എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് 40 കിലോമീറ്റർ എന്തായാലും പോകാൻ പറ്റുന്ന വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. 356 കിലോമീറ്റർ ഓടി.
അത് 8% ചാർജ് ഇപ്പോൾ ചാടിയത്. എന്നാലും കാര്യമായ ചാർജിങ്ങിൽ വലിയ റെഡ്യൂസൊന്നും വരുന്നില്ല, കുറവ് വരുന്നില്ല. പിന്നെ ഓടിക്കുമ്പോൾ പുള്ളിങ്ങിനൊരു അല്പം ഒരു 10% പുള്ളിങ് കുറവുണ്ടെന്നൊരു സംശയമുണ്ട്. അതല്ലാത്ത കാര്യമായി യാതൊരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ഇതിന് ലൈറ്റ് കത്തുന്നതിൽ ഒന്ന് ചാർജ് ചെയ്യാനുള്ളതാണ്, മറ്റൊന്നൊരു ആ കിലോമീറ്ററിൻ്റെ അടിയിൽ ലൈറ്റ് കത്തുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ആരെങ്കിലും അറിയുന്നവരൊന്ന് പറയാം. അപ്പം എന്തായാലും പിന്നെ നമുക്ക് ഇനി ഞാൻ ചാർജ് ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ സാധാ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കട്ടെ, കാരണം ഈ 10% താഴെ വരുമ്പോൾ ഫാസ്റ്റ് ചാർജ് അല്ലാതെ ചെയ്താൽ അത് സംഭവിക്കാമെന്ന് എനിക്കറിയില്ല. അറിയുന്നതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ഏതായാലും എനിക്കറിയുന്ന പോലെ ഞാനത് നോക്കുകയാണ്. എൻ്റെ സാധാ ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാർജ് കണക്ഷൻ കൊടുത്തു. അപ്പോൾ അതിൽ കാണിക്കുന്നത് ഇനി 44 കിലോമീറ്റർ ഓടാതാണ് കാണിക്കുന്നത്. വണ്ടി 8% വെച്ച് ഇനി 44 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. 15 മണിക്കൂറാണ് ചാർജിങ് കാണിക്കുന്നത്. 15 മണിക്കൂറാണ് ചാർജിങ് കാണിക്കുന്നത് 100% ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായ വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.